അതല്ല, ഇത് പൊന്തിക്ക്, ഇത് വലിക്ക്. യെസ്, കൊടയി ചീച്ചയൊന്നുമില്ല. നോക്കടാ, നമ്മൾ ഗ്രോ ബാഗിൽ നട്ട ഇഞ്ചി. സൂപ്പർ. വലിക്ക്. എന്താ വേണ്ടാത്ത? പുല്ലല്ല അത്, ഇതാണ് ഇഞ്ചി. ഇഞ്ചി ചിന്നല്ലടാ. നമുക്ക് നോക്കി നോക്കാം. നമുക്കിത് കൊത്താം. യെസ്. അപ്പ ഇത് കരിയില ഇട്ടിട്ട് നിറച്ചതാണ് കേട്ടോ, അതുകൊണ്ടാണ് സെറ്റാവാത്തത്. മൈ ഗോഡ്. നോക്കട കുഞ്ഞപ്പ, ഇതെന്തത്? ഉള്ളിയല്ല, ഇഞ്ചി. തബള കാക്ക. നല്ല സൂപ്പറായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ കരിയിലയിൽ. അപ്പം നടാൻ സ്ഥലമില്ലാത്തവരൊക്കെ കുറച്ച് കരിയില വാരിക്കോ, ഒരു ഗ്രോ ബാഗിലാക്കിക്കോ. പറിച്ചോ? എന്താ പറിച്ചേ? നോക്കട്ടെ. യെസ്. എവിടെ? കഴുക്, മണ്ണുണ്ടാവും, മണ്ണായിട്ടുണ്ടാവും. പൊട്ടിപ്പോയി. ഇതാണ് നമ്മുടെ പഴക്ക്. കറി വെക്കാൻ കൊണ്ടുവന്ന ചെറിയൊരു കഷ്ണം പഴക്ക് ഇട്ട് കൊടുത്തതാണ്. സൂപ്പർ. നല്ല ഇത് പൊട്ടി പോകുന്നതാട്ടോ. അതാ ഇവിടെ നിന്ന്, ഇവിടെയല്ല, ഇവിടെ നിന്ന് പൊട്ടിയതാണ്. കൊള്ളാലേ? ഒരു ഗ്രോ ബാഗിൽ നിന്ന് പറിച്ച ഇഞ്ചിയാണ് കേട്ടോ. ഇത്ര ഇഞ്ചി ഉണ്ട്. ഇതൊക്കെ നല്ല അടിപൊളി വലിയ തേരായി വന്നിട്ടുണ്ട്. ഇതാന്ന് തോന്നുന്നു പഴക്ക്. പച്ച പറിച്ച് തിന്നണ്ട, വായി കഴിക്കൂട്ടോ. തിന്നേ. സൂപ്പറാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രോ ബാഗിൽ നട്ട് പറിച്ച ഇഞ്ചി. വേറെ ഉണ്ട്. എവിടെ? പഴുക്കട്ടെ. എന്താ ഇനി പഴുക്കണം, പച്ചയാ. ഇനി നാളെ വരൂ കേട്ടോ, നാളെ പഴുക്കും. ഓക്കേ. അപ്പോൾ കണ്ടോ, സൂപ്പർ. ഇനി അതുപോലത്തെ 2 കവർ കൂടി പറിക്കാണ്ട്. 2 കവർ. ഇതിൽ ഇഞ്ചി ഉണ്ടായിരുന്നു, അത് ഞാൻ കറിക്കൊക്കെ വേണ്ടിയിട്ട് ചെറുപ്പം മുതലേ തോണ്ടി പിന്നെ അതിലൊരു വെണ്ട നട്ടതാട്ടോ. ഇത് മരവെണ്ടയാണേ. സൂപ്പറായിട്ട് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇതുവരെ അങ്ങോട്ട് പൂത്തില്ല. യെസ്, മുട്ടാണെന്ന് തോന്നുന്നു, ആയിരിക്കാം. അതേപോലെ കറിക്ക് കൊണ്ടുവന്നതിൽ തന്നെ ചെറിയൊരു വിത്ത് നട്ടതാട്ടോ. ഈ ഒരു ചേന, ഇതും അതുപോലെ 2 തണ്ടുണ്ടായിരുന്നു. ഇതിലൊന്ന് നട്ടിരുന്നു. ഇത് ഞാൻ ഈ കാന്താരി തൈനെ മാറ്റി നടാൻ വേണ്ടിയിട്ട് അതിനെ
വലിച്ചു പറിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ചേനക്കുട്ടൻ. ചെറുതാണ്, പക്ഷെ എന്നാലും നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാന്ന് പറയുമ്പോൾ ഒരു മനസുഖം. അതിൽ കാന്താരിത്തേനെ കൊണ്ടുപോയി നട്ടു കൊടുത്തു. പിന്നെ അതുപോലെ ഇവിടെ ഒരു കാട്ടുകയ്പ തന്നിഷ്ടത്തിന് വളർന്നു വന്നതാണ്, പിന്നെ കളഞ്ഞില്ല. നല്ല സൂപ്പറായിട്ട് കായ്ക്കുന്നുണ്ട്. ഒരു ബട്ടർഫ്ലൈ പറന്നു പോയി പോലെ. ഇതൊക്കെ ഞാൻ തക്കാളീൻ്റെ പച്ചക്കറിയുടെ ഒക്കെ വേസ്റ്റുകൾ ഇവിടെയാണ് കൊണ്ടുവന്നിടാറ്. അപ്പം അതിൽ നിന്ന് മുളച്ചതാണ് ഈ തക്കാളി തൈ. അത്യാവശ്യം കുറേ തക്കാളി പറിച്ചു കേട്ടോ. പിന്നെ കാലാവസ്ഥയൊക്കെ മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ വേണോ വേണ്ടേ, ഉണ്ടാവണോ വേണ്ടേ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നിൽക്കുകയാണ്. അതെ, എന്നാലും ഉണ്ട് കേട്ടോ, അത്യാവശ്യം ഉണ്ട്. ഇതാട്ടോ കയ്പൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. 2 3 4 5. നാളെ മറ്റന്നാൾ പറിക്കാം കയ്പക്ക. നല്ല കട്ട കയ്പായിരിക്കും, പക്ഷേ കയ്പ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാണ്. അതാണല്ലോ കയ്പക്ക. വാ 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 എന്നാ ഞാൻ പോട്ടെ. ഇതൊരു കുഞ്ഞൻ കാന്താരി തൈയാണ്. പോലെ ഈ റോസേൻ്റെ ഇടയിൽ ഒരെണ്ണം നിൽപ്പുണ്ട്. ഇത് അതുപോലെ കാന്താരി പിടിക്കാതെ ഒരു തൈ പാകി ചാക്കിൽ. ആ വണ്ടി കൊണ്ടാ. ഏത് വണ്ടി? വേറെ വണ്ടി ഞാൻ കണ്ടില്ല. ചാക്കിൽ നട്ടിട്ട് ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട്. ഇതെന്താ സാധനം? മുളക് പറിക്കണ്ട, എരിയും. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ഇവിടെ ഒരു ചേമ്പ് നിൽപ്പുണ്ട്, പറിച്ചു നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ. ഓക്കെ, ഇവിടെ മെക്കാനിക് പണി എടുക്കുന്നുണ്ട് ഒരാൾ. താക്കോലു. ചീച്ചയായോ? എവിടെ? ചെരുപ്പിലോ? വേറെ പോ. പനി പിടിച്ചിട്ട് സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. സൗണ്ടൊന്നുമില്ല. ഇതൊക്കെ ഞാനിപ്പോൾ നട്ടിട്ട് കുറച്ചായിട്ടുള്ളൂ, ആയി വരുന്നുള്ളൂ. ഇവിടേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കാനുണ്ട്. സെറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ. പറയാം ഓക്കെ ബൈ. ഇതിൽ നോക്കി പറ. ഇതിൽ നോക്ക്. അതുപോലെ അതേ ചെടികളെ തന്നെ ഇവിടെയും ഇൻഡോർ പോലെ വെച്ചിട്ടുണ്ട്. രാവിലെ അത്യാവശ്യം സൺലൈറ്റ് വരും ഇവിടെ, അപ്പോൾ കുഴപ്പമില്ലാതെ ഉണ്ടാവുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ ആർക്കെങ്കിലും? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ചെടിയല്ല, ഈ ചെടി ഇരിക്കുന്ന സംഭവം. ആർക്കെങ്കിലും ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ പറയണേ.